ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ രാവിലെ റെഡിയാവുന്നതും ഒന്നും എടുക്കുന്നില്ല കേട്ടോ. ഞങ്ങളിതാ ദുബായിക്ക് പോകാൻ വേണ്ടി റെഡിയായി ടാക്സിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ വണ്ടി വന്ന് വണ്ടിയിലേക്ക് കയറി. മെയിനായിട്ട് പോകുന്നത് കണ്ണൻ ചേട്ടൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം കണ്ണൻ ചേട്ടനെ ഒന്ന് കാണണം. ഞാൻ വന്ന് ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോഴാട്ടോ കണ്ണൻ ചേട്ടൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്. അപ്പം കുറച്ച് ഫുഡ് ഐറ്റംസും പിന്നെ എനിക്ക് കൊണ്ടുവരാൻ പറ്റാത്ത കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ, കുറച്ച് ഡ്രസ്സൊന്നുമല്ല കേട്ടോ, 2 പാൻറ്റും ഒരു ടോപ്പും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ. എനിക്ക് വെയിറ്റ് കൂടിപ്പോയതുകൊണ്ട് തന്നെ കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ പുള്ളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി വാങ്ങിക്കണം. അങ്ങനെ ഞങ്ങൾ കണ്ണൻ ചേട്ടനെ കണ്ടതിന് ശേഷം കരാമ പാർക്കിൽ പോയിട്ട് കണ്ണൻ ചേട്ടൻ കൊണ്ടുവന്ന നല്ല ബീഫ് കട്ട്ലേറ്റ് ഒക്കെ കഴിക്കുക കേട്ടോ. എന്ത് ടേസ്റ്റാണെന്നറിയോ ഈ കട്ട്ലേറ്റിന്. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് ബീഫാണ് ഗൈസ്. അടിപൊളി ടേസ്റ്റാണ്. കുറേ നാളായി ഇങ്ങനത്തെ ഒരു കട്ട്ലേറ്റ് കഴിച്ചിട്ട്. നാട്ടിൽ പോയിട്ടും ഇങ്ങനെ ഒരു കട്ട്ലേറ്റ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ കയറി ഊണ് കഴിച്ചു. അപ്പം ആദ്യം ഞാൻ ദുബായിൽ വന്ന സമയത്ത് കണ്ണൻ ചേട്ടൻ ഞങ്ങൾക്ക് ഫസ്റ്റ് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് കേട്ടോ വാങ്ങി തന്നോണം. ഇവിടുത്തെ കൂന്തൽ റോസ്റ്റ് അടിപൊളിയാണ് ഗൈസ്. കൂന്തൽ ഫ്രൈ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ നാട്ടിലുണ്ടായ സമയത്ത് ഒരിക്കലും ഊണ് ചൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഊണാണ് കൂടുതൽ കഴിക്കാറ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദുബായ് മാളിലേക്ക് പോവാം കേട്ടോ. ബുർജ് ഖലീഫ എപ്പോൾ കണ്ടാലും എനിക്കൊരു അത്ഭുതമായിട്ടാണ് ഫീൽ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ സെക്കൻഡ് ടൈമാണ് കാണുന്നത്. പിന്നെ ഇത്ര അടുത്തിട്ടോ മെട്രോയിലൊക്കെ പോകുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാറുണ്ട്. എന്നാലും അടുത്ത് 2ാമത്തെ പ്രാവശ്യം കാണുന്നത്. ഞാൻ വന്ന സമയത്ത് ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ പിന്നെ തിരക്ക് പിടിച്ച് പോയതുകൊണ്ട് തന്നെ അങ്ങോട്ട് എൻജോയ് ചെയ്തില്ല. അപ്പോൾ ഇന്നിപ്പോൾ കൂടുതൽ ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ, ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ദുബായ് റൂളറില്ലേ, പുള്ളി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് പെട്ടെന്ന് കാന്തുക കാണിച്ചെന്നെ നോക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം അങ്ങനെ കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമായിട്ടാട്ടോ ഞാൻ കാണുന്നത്. പുള്ളി വന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു സ്പെഷ്യലായിട്ട് വാട്ടർ ഷോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് കാണണമെന്നും പറഞ്ഞിട്ടായിരുന്നിരുന്നത് വാട്ടർ ഷോ. പക്ഷേ സമയത്തിൻ്റെ ഒരു ചെറിയൊരു ഇതുള്ളതുകൊണ്ട് ഞങ്ങൾ വീട്ടിലെത്താൻ ലേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ പിന്നീട് വന്ന് കാണാമെന്നുള്ള രീതിക്ക് ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് നിന്ന സമയത്താണ് കഴിച്ചത് പ്ലേ ചെയ്തത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ആഗ്രഹിച്ച് വന്ന സാധനം പിന്നെ എക്സ്ട്രാ നമുക്ക് പുള്ളിനെയും കൂടി കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയിട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങി മെട്രോ കയറാൻ തന്നെ ഒരു അരമണിക്കൂർ എന്തായാലും പിടിക്കും. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്താനും പിന്നെ ലേറ്റ് ആവും. അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടായിട്ട് ഇറങ്ങിയിട്ട് ഒരു 10-15 മിനിറ്റോളം ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. ശരിക്കും ഇത് 7:30-ക്കാണ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ടൈം എനിക്ക് കൺഫേം അല്ല കേട്ടോ. പക്ഷേ ഇത് സ്പെഷ്യലായിട്ട് ആൾ വന്നതിൻ്റെ ഭാഗമായിട്ട് ഇട്ടതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മൊബൈലിലേക്ക് വണ്ടി പിടിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.